ഹേയ്, ജെഫിനാണ്. വളരെ കാലം കൊണ്ട് വളരെ കാലം മുമ്പുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ലൈബ്രറി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. കുറേ പുസ്തകങ്ങൾ, ഒരു നിറയെ പുസ്തകങ്ങൾ, നിറയെന്നല്ല, ഒരു ബുക്ക് ഷെൽഫ് നിറയെ പുസ്തകങ്ങൾ, അത് വായിക്കാനായിട്ടൊരു പ്രത്യേക സ്ഥലം, അവിടെ നിന്ന് കുറച്ച് കഥകളൊക്കെ വായിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കുട്ടി ഒട്ടുപിടിച്ച് പുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ കുറേ ദൂരം ഇങ്ങനെ സഞ്ചരിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് പൊടിപ്പന്തെങ്കിലും, ഒരുപക്ഷേ സിനിമ കാണുന്നതിനേക്കാളും വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കും നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ. കാരണം അവിടെ നമ്മൾ നമ്മുടെ ഇമാജിനേഷൻസ് കൊടുക്കാറുണ്ട്. സോ ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകങ്ങളിൽ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ILP ധർമ്മജൻ എന്ന ആ ഒരു നല്ല അടിപൊളിയുള്ള എഴുത്തുകാരൻ്റെ ഓജോ ബോർഡ്. ഈ പുസ്തകം വായിക്കുമ്പോൾ ശരിക്കും പേടിക്കുന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്കതിനെ പേടിയായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അതിനേക്കാളും രസകരമായിട്ട് തോന്നിയത് നല്ലൊരു സിനിമ കാണുന്നൊരു ഫീൽ കിട്ടി. നല്ലൊരു സിനിമ വെച്ചാൽ നല്ലൊരു അടിപൊളി ഫീലായിരുന്നു. ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ നിൽക്കുന്നു, നമ്മളതിലൊരു അവരിങ്ങനെ ഓജോ ബോർഡ് ചെയ്യുന്നതും ഒരു മുഖ്യകത്ത് ഇങ്ങനെ ഇരിക്കുന്നതും എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയത്. രണ്ടാമത്തേത് രാത്രി 14-ന് ശേഷം. ഇതും ILP ധർമ്മജൻ്റെ ഒരു അടിപൊളി പുസ്തകമാണ്. ഈ പുസ്തകം വായിച്ചപ്പോഴും നല്ലൊരു ഫീലുണ്ടായി. അതിലെ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുവിട്ട് കൂടുവായെന്നൊരു പരിപാടിയുണ്ടല്ലോ. പണ്ടുള്ള കാലത്ത് ഒരാളുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ട് മറ്റൊരാളുടെ ശരീരത്തിലോട്ട് പ്രവേശിച്ച് എന്താ സംതിങ് ലൈക്ക് അതുപോലൊരു സംഭവമുണ്ട്. അപ്പം അതുപോലത്തെ അതിന് ബേസിസ് ഒരു കോൺസെപ്റ്റിൽ വരുന്നൊരു കഥയാണ്. ഒരു പയ്യനൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നു. അവിടെ രാത്രി എണീറ്റ് നടന്നങ്ങനെ പോകുന്നു. ഒരു പെൺകുട്ടി അവളെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സംതിങ്. ഞാൻ കഥ പറഞ്ഞ് കൊള്ളാവുന്നില്ല. വനിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെയും സേവിയർ എന്ന് പറയുന്ന അവളുടെ പിതാവും ആയിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഒരു പയ്യനെ തേടി നടക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥയാണ്. കഥ ഞാൻ പിന്നീട് വ്യക്തമായിട്ട് വരുമ്പോൾ എനിക്ക് പറഞ്ഞുതരാം. ഇപ്പം ഇത്രയൊക്കെ മതി. ഓജോ ബോർഡ് വളരെ രസകരമായിട്ടുള്ളൊരു സിനിമയെ പോലെയൊക്കെ നമുക്ക് തോന്നിക്കുന്ന ഒരു സിനിമയാണ്. സിനിമയെ പോലെ തോന്നിക്കുന്ന ഒരു കഥയാണ്. പിന്നെ ഈ ഒരു സംഭവം വായിച്ചുകൊണ്ട് കഥയ്ക്കകത്തോട്ട് പോകരുത്. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള സംഭവത്തിനും കഥയ്ക്ക് തമ്മിൽ ഇച്ചിരി വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇത്. പക്ഷേ ഇത് രണ്ടും സൂപ്പർ സാധനമാണ്, നല്ലൊരു ഫീൽ കിട്ടുന്ന സാധനമാണ്. പിന്നെ ഇതിലെല്ലാത്ത രീതിയിലുള്ള സംഭവമാണ്. ഫ്രം ദ ബെസ്റ്റ് സെല്ലിംഗ് ആദർ റാം കെയർ ഓഫ് ആനന്ദി. പക്ഷേ ഞാൻ ഈ പുസ്തകം ഇതുവരെ വായിച്ചിട്ടില്ല. റാം കെയർ ഓഫ് ആനന്ദി എൻ്റെ ഇരിപ്പുണ്ട്. അതിനി ഉടനെ ഞാൻ വായിക്കണം. എന്നിട്ട് അത് പിന്നീട് പറഞ്ഞുതരാം. റിച്ചാർഡ് ബ്രാൻസൺ. ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ കെയർ ഓഫ് ആനന്ദി. ഈ പുസ്തകം ഞാനിത് വായിച്ചിട്ടില്ല, വായിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുവാണ്. വായിക്കുന്നവരൊക്കെ ഭയങ്കര അഭിപ്രായം വന്നിട്ടുള്ള പുസ്തകമാണ്. സോ ഈ റൊമാൻറ്റിക്കായിട്ട് ഞാൻ എത്ര ഒരു ടച്ചപ്പ് അല്ലാത്ത ടൈമായതുകൊണ്ടാണ് ഈ ഒരു പുസ്തകം ഞാൻ വായിക്കാണ്ട് വിട്ടുപോയത്. എനിക്ക് എല്ലാവർക്കും പുസ്തകം ലോകത്തേക്ക് സന്തോഷ പുസ്തകങ്ങളൊക്കെ വായിക്കുക ബ്യൂട്ടിഫുള്ളായിരിക്കും, വളരെ രസമായിരിക്കും.